ശ്രീ അജയ് തറയിൽ കൂടി മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയാണ്, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ അജയ് തറയിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്, പക്ഷേ ഈ കൊടിമര പ്രതിഷ്ഠയിൽ ഒരു തരത്തിലുള്ള തെറ്റായ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ട്. അല്ല, കൊടിമര പ്രതിഷ്ഠയിൽ ആദ്യമേ ഞങ്ങൾ പറഞ്ഞു ഒരു തരത്തിലുമുള്ള ക്രമക്കേട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വലിയ തീവട്ടിക്കൊള്ള നടത്തിയ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ LDFനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസർ, പഴയ ദേവസ്വം വിജിലൻസ് ഓഫീസർക്കെതിരെ പോലും അദ്ദേഹം റിപ്പോർട്ട് കൊടുത്ത് അത് ഹൈക്കോടതി വളരെ മാന്യമായി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് നിഷ്പക്ഷമായ വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായി അത് ഉത്തരവാദിത്വം തെളിഞ്ഞല്ല. ഞാൻ അന്ന് പറഞ്ഞു, ഇത് ഒരു നടത്തി അഗ്നിശുദ്ധി വരുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ അന്നേ പറഞ്ഞത്. അത് അഗ്നിശുദ്ധി വരുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ മറ്റു വിവാദങ്ങളിൽ നിന്ന് വഴിമാറ്റി വിടാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഇത് എന്ന് അല്ലേ? വഴിമാറ്റി വിടാനുള്ള ശ്രമം എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ഒരു വാർത്ത കുറച്ചു ദിവസമെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ വാർത്ത ഉണ്ടാക്കാൻ, കൊടിമരത്തിൽ വലിയ കൊള്ളാതിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷെ അന്നും വളരെ ആർജവത്തോടുകൂടി ഒന്നും നടന്നിട്ടില്ല എന്നും എല്ലാം കൃത്യമായിരിക്കുന്നു എന്നും ഞങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ കൊള്ളക്കാര് ഭരിക്കുന്ന ഈ ദേവസ്വം ബോർഡിൽ ഞങ്ങളെ പോലെ സംശുദ്ധരായ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ അന്വേഷണം കൊണ്ട് എനിക്ക് ഏറ്റവും നേട്ടം എന്ന് പറയാൻ കഴിയും.